0.5% പലിശക്കെട്ട് വന്നാൽ 50 ലക്ഷം വായ്പയെടുത്തയാളിന് 7,71,000 രൂപ ലാഭിക്കാം. ധനയോഗം, പുത്തൻ വീട്, പുതിയ കാർ, അങ്ങനെ ഐശ്വര്യമുള്ള ഒരു കണിയായിരിക്കണേ എന്ന് പറഞ്ഞ് കണ്ണും തിരുമി എഴുന്നേറ്റ് വന്നവർക്കായി ഒരു ഉഗ്രൻ കണിയാണ് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര കാത്തുവച്ചത്. രാജ്യാന്തര സാമ്പത്തികാവസ്ഥ വളരെ മോശമാണെങ്കിലും നമ്മൾ ഇമ്മിണി വലിയ പൊസിഷനിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഫിഡൻ്റായി കണ്ണും പൂട്ടി 0.5% പലിശ അങ്ങോട്ട് കുറച്ചത്. വളർച്ചയാണ് മുഖ്യം സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞാണ് നിരക്കങ്ങ് വെട്ടിക്കുറച്ചത്. ഇനി ബാങ്കുകളും ആനുപാതികമായി പലിശ കുറയ്ക്കണം. ഇത് ഏതൊക്കെ വായ്പകൾക്ക് ബാധകമാകും? EMIയിൽ എന്ത് കുറവുണ്ടാകും? വായ്പകൾ കൂടുതലായി കിട്ടുമോ? അധിക ഭാരത്തിന്റെ ബാധ്യതയില്ലാതെ നടന്ന് ചെരുപ്പ് തേയാനിടയാക്കാതെ ബാങ്കുകൾ നമുക്ക് വായ്പ തരുമോ? നോക്കാം. ഫെബ്രുവരി മുതലുള്ള നിരക്കിളവ് നോക്കിയാൽ മൊത്തം 1% കുറവാണ് വന്നിരിക്കുന്നത്. 2 തവണ 0.25%, പിന്നെ ഇപ്പോഴത്തെ 0.5%. അങ്ങനെ നോക്കിയാൽ ആ കോവിഡ് കാലത്ത് കുറഞ്ഞതുപോലൊരു നിരക്കിളവാണ് പ്രതീക്ഷിക്കുന്നത്. ഏതൊക്കെ ലോണുകൾക്ക് അല്ലെങ്കിൽ ആർക്കൊക്കെ പ്രയോജനം ലഭിക്കും? നിരക്കധിഷ്ഠിത വായ്പകൾക്കാണ് പ്രയോജനം ലഭിക്കുക. റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വായ്പകളുടെ പലിശ കുറയും. ഭവന വായ്പ, വാഹന വായ്പ, വ്യക്തിഗത വായ്പ, വിദ്യാഭ്യാസ വായ്പ, സ്വർണ്ണപ്പണയ വായ്പ എന്നിവയുടെ ഒക്കെ പലിശ കുറയ്ക്കും. പക്ഷേ നിങ്ങൾ എടുത്തത് നിരക്കധിഷ്ഠിത ഫ്ലോട്ടിംഗ് റേറ്റിലുള്ള വായ്പയാണോ എന്ന് നോക്കുക. ആണെങ്കിൽ എത്രമാത്രം പലിശ കുറയുമെന്ന് ബാങ്കിൽ അന്വേഷിക്കുക. പലിശ എന്തോരം കുറയും? കോവിഡിന് ശേഷമുള്ള കാലത്തേക്ക് പുത്തൻ വായ്പാ നയം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് കണക്കുകൂട്ടൽ. എന്ന് വെച്ചാൽ ഭവന വായ്പയൊക്കെ 8% താഴെ റേറ്റിന് കിട്ടും. നല്ല സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് ഒരു 750 സിബിൽ സ്കോറും നല്ല വായ്പാ ഹിസ്റ്ററിയും ഉണ്ടെങ്കിൽ 7.5% ഹൗസിംഗ് ലോൺ കിട്ടും. ഒരു ഏകദേശ കണക്ക് പറഞ്ഞാൽ 50 ലക്ഷം രൂപ ഭവന വായ്പ എടുത്തയാളിന് മൊത്തം 7,71,000 രൂപയോളം ലാഭം കിട്ടും. മനസ്സിൽ ലഡ്ഡു പൊട്ടാൻ വേറെന്ത് വേണം? നിരക്ക് കുറയുമ്പോൾ നമുക്കുള്ള 2 ഓപ്ഷനുകൾ എന്തൊക്കെയാണ്? ഒന്നുകിൽ പ്രതിമാസ തവണകൾ കുറയ്ക്കാൻ ബാങ്കിനോട് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ മൊത്തം തിരിച്ചടവ് കാലയളവ് കുറയ്ക്കാൻ പറയാം. 3 നിരക്കിളവും കൂട്ടി നിങ്ങളുടെ ഭവന വായ്പാ പലിശ 9% നിന്ന് 8% കുറഞ്ഞാൽ നിങ്ങളുടെ 20 വർഷ കാലയളവുള്ള വായ്പയിൽ മൊത്തം ലാഭം എന്താകും? 30 ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് EMI ലാഭം 1,929 രൂപ. മൊത്തം ലാഭം 4,63,000 രൂപ. ഇനി നിങ്ങൾക്ക് വായ്പാ കാലയളവിലാണ് കുറവ് വേണ്ടതെങ്കിൽ 3 വർഷത്തിന് മുന്നേ ലോൺ ക്ലോസ് ചെയ്യാം. കൂടുതൽ വായ്പ കിട്ടുമോ? കണ്ണടച്ച് പറയാം, കിട്ടും. കാരണം ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ കരുതൽ ധന അനുപാതം കുറച്ചിട്ടുണ്ട്. വാണിജ്യ ബാങ്കുകൾ RBIയിൽ നിർബന്ധമായി സൂക്ഷിക്കുന്ന തുകയാണിത്. അപ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ വായ്പകൾ കൊടുക്കാൻ വേണ്ട പണം ബാങ്കുകളിലുണ്ടാകും. 2.5 ലക്ഷം കോടി രൂപയാണ് ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് അധികമായി എത്താൻ പോകുന്നത്. ആ തുകയൊക്കെ ഇനി പലതരം വായ്പകളായി ആവശ്യക്കാരുടെ പോക്കറ്റിലേക്ക് എത്തും. സ്വർണ്ണപ്പണയ വായ്പ എടുക്കുന്നവർക്ക് എന്താണ് പ്രയോജനം? ലോൺ ടു വാല്യൂ 75% ആയിരുന്നത് 85% ഉയർത്തി. അതുകൊണ്ട് കൂടുതൽ തുക വായ്പയെടുക്കാം. സ്വർണത്തിന്റെ വിപണി മൂല്യത്തിന്റെ 85% വരെയാണ് വായ്പ ലഭിക്കുക. പക്ഷേ 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് മാത്രമേ ഇത് ബാധകമാകൂ. എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ മൂല്യം വരുന്ന സ്വർണം പണയം വെക്കുമ്പോൾ മുൻപ് ലഭിച്ചിരുന്നത് 75,000 രൂപ, ഇനി 85,000 രൂപ കിട്ടും. ഹാപ്പി ആയില്ലേ? ചെറിയ തുകയ്ക്കുള്ള സ്വർണ്ണ വായ്പയ്ക്ക് വായ്പക്കാരെ അധികം ബുദ്ധിമുട്ടിക്കരുതെന്നും RBI ഗവർണർ പറഞ്ഞു. അത്യാവശ്യ കാര്യത്തിന് കയ്യിലുള്ള ഒരു തരി പൊന്നുമായി ഓടിയെത്തുമ്പോൾ അവരുടെ സാമ്പത്തിക ജാതകം മൊത്തം അരിച്ചു വെറുക്കാൻ നിൽക്കേണ്ടെന്നാണ് നിർദ്ദേശം. വരുമാനവും ക്രെഡിറ്റ് ഹിസ്റ്ററിയും ഒക്കെ തപ്പിപ്പിടിച്ച് ഉപയോക്താവിനെ വലയ്ക്കരുതെന്നും വിശാല ഹൃദയനായ RBI ഗവർണർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാൽ എന്താ ഗുണം? വായ്പയെടുത്ത് വീടും കാറും ഒക്കെ ഒരു കൂട്ടർ സ്വന്തമാക്കുമ്പോൾ ആ പണം മറ്റുള്ളവരിലേക്ക് എത്തും. എന്ന് വെച്ചാൽ ഉപഭോഗം കൂടുന്നു. നാം വാങ്ങുമ്പോൾ കമ്പനികളുടെ വിൽപ്പന കൂടുന്നു. വിൽപ്പന കൂടുമ്പോൾ അവർ വീണ്ടും നിക്ഷേപങ്ങൾക്ക് തയ്യാറാകുന്നു. പുതിയ നിക്ഷേപം ഉൽപാദനം വീണ്ടും കൂട്ടുന്നു. അങ്ങനെ ഏതോ ഒരു ചക്രം പോലെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വേറൊരു ഡാർക്ക് സൈഡുമുണ്ട്. ബാങ്കുകളുടെ ലാഭം എന്താണ്? വായ്പാ പലിശയും നിക്ഷേപത്തിന് നൽകുന്ന പലിശയും തമ്മിലുള്ള വ്യത്യാസം. നിലവിലെ അവസ്ഥയിൽ വായ്പയുടെ പലിശ കുറയും. അപ്പോൾ നിക്ഷേപത്തിന് കൊടുക്കുന്ന പലിശയും ബാങ്കുകൾ അങ്ങ് കുറയ്ക്കും. നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്കൊക്കെ കിട്ടുന്ന പലിശ കുറയും. എന്തിനും നല്ലതും ചീത്തയും ഉണ്ടല്ലോ. അപ്പോൾ ഹാപ്പി ലോൺ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞാലും വരവറിയാതെ ചെലവ് നടത്തിയാൽ പെരുവഴി ആധാരം എന്നത് മറക്കണ്ട കേട്ടോ.
കൊക്കിലൊതുങ്ങുന്നതും നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതുമായ വായ്പകൾ മാത്രം എടുക്കുക.